ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബട്ടർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണേ. ഇനിയും ഒരു വലിയ ബൗളിലേക്ക് ഞാൻ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അതിനെ സ്പാച്ചുല ഉപയോഗിച്ച് നല്ല സോഫ്റ്റാക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് മിക്സിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായി മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുക. ഈ പരുവത്തിൽ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് കോഴിമുട്ടകൾ. അതും 2 എണ്ണമാണ് ആവശ്യമുള്ളത്. ഓരോന്ന് വീതം പൊട്ടിച്ചിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അടുത്തതിടുക. അങ്ങനെ മുട്ടകൾ നന്നായി ഈ പഞ്ചസാരയിലും ബട്ടറിലും യോജിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വാനിലയുടെ എസൻസ് ആഡ് ചെയ്യാവുന്നതാണ്. വാനിലയുടെ എസൻസ് ഞാൻ ആ ബോട്ടിലിൻ്റെ 1 ക്യാപ്പാണ് ഒഴിക്കുന്നത്. വാനിലയുടെ എസൻസും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കോളും. മതി. നന്നായി മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുക്കീസിന് നല്ല ഡാർക്ക് കളർ കിട്ടും. നല്ല രീതിയിൽ സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. കാരണം കൊക്കോ പൗഡർ ആയതുകൊണ്ട് ലംസ് വരാൻ സാധ്യതയുണ്ട്. നന്നായി മിക്സ് ചെയ്യണേ. അതിനുശേഷം നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് 1 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം ബേക്കിംഗ് സോഡയാണ്, അത് 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടതിന് ശേഷം സ്പാച്ചുല ഉപയോഗിച്ച് ഈ മിക്സിനെ നന്നായി ചോക്ലേറ്റുമായി യോജിപ്പിക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായി അതിൽ യോജിച്ചതിന് ശേഷമാണ് നമ്മൾ മൈദ ആഡ് ചെയ്യാൻ പോകുന്നത്. 2 കപ്പ് മൈദയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം 1 കപ്പ് മൈദ ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. യോജിച്ച് വന്നതിന് ശേഷം മാത്രം അടുത്ത കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഓവനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. 10 മിനിറ്റാണ് ഞാൻ ഓവനെ പ്രീഹീറ്റ് ചെയ്യുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനിയും 2ാമത്തെ കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്യാം. അത് കൈ ഉപയോഗിച്ച് കുഴച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഈ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനൊരു ഫ്ലവർ നോസിലാണ് ഇട്ടിരിക്കുന്നത്. അത് വെച്ച് പൈപ്പ് ചെയ്തു. പക്ഷേ ഒരു 3-4 പ്രാവശ്യം പൈപ്പ് ചെയ്തപ്പം ഫ്ലോപ്പായിപ്പോയി. പൈപ്പിംഗ് ബാഗ് 2 പ്രാവശ്യം പൊട്ടിപ്പോയി. പിന്നെ വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗി വേണമല്ലോ എന്നോർത്ത് 1 പ്രാവശ്യത്തെ ബേക്കിംഗ് ട്രേയിൽ ഞാൻ അതുപോലത്തെ ഫ്ലവർ കുക്കീസാക്കി ബാക്കിയെല്ലാം കൈയുടെ വെള്ളയിൽ വെച്ച് ചെറിയ ബോൾസാക്കി ബേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടല്ലോ, ഇത് മിനി കുക്കീസായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വലിയ കുക്കീസ് ആവുന്നതിലും ചെറിയ ചെറിയ കുക്കീസാണെങ്കിൽ കഴിക്കാനും ഒരു രസമുണ്ട്, കാണുമ്പോഴും നല്ല ഭംഗിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. റിസൾട്ടും സൂപ്പറായിട്ട് വരും. ഒരു നമ്മുടെ പൊട്ടുന്ന ടിന്നിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് സൂക്ഷിക്കാമെങ്കിൽ കുറച്ച് ദിവസം വീട്ടിലിരുന്നോളും. നല്ല കുഞ്ഞി കുക്കീസായിട്ട് നമുക്ക് പിള്ളേർക്ക് കാണാനും കഴിക്കാനും നല്ല രസമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര രസമാണ് കഴിക്കാൻ. പിന്നെ ആര് വന്നാലും എടുത്ത് ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കുമാണ്. എല്ലാവരും കുടുംബത്തോടൊപ്പം ഈ കുക്കീസ് ഉണ്ടാക്കുകയും കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക്